ഓഗസ്റ്റ് 8 നിഫ്റ്റി 50 ഉണ്ടായിരുന്നൊരു ട്രേഡ് സ്ട്രാറ്റജിയാണ്. ഒരു എൻട്രി വന്നായിരുന്നു 50 മിനിറ്റ്സിൽ. 12:15 ആയപ്പോൾ ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ്, അതായത് പ്രീവിയസ് ഡേ ഹൈ സ്വീപ്പ് ചെയ്തു. അപ്പോൾ അവിടെ ഒരു എൻട്രി വന്നായിരുന്നു. അപ്പോൾ സ്മോളർ ടൈം ഫ്രെയിമിൽ ഇവിടെ ഒരു എൻട്രി വന്നത് വിത്ത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നായിരുന്നു. അപ്പോൾ ഇതൊരു ചെറിയൊരു റിസ്ക് ടു റിവാർഡ് റേഷ്യോയിൽ വരുന്ന ഒരു ട്രേഡാണ്. നമ്മളിവിടെ ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അത് ഡേയ്സ് ലോയിൽ തന്നെ വെക്കാം. മാത്രമല്ല, ഞാൻ വെച്ചിരുന്നത് അടുത്തൊരു ഓർഡർ ബ്ലോക്കിലോട്ടായിരുന്നു. അത് നേരെ അവിടെ വന്ന് മിറ്റിഗേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മളൊരു ഇൻഡിക്കേറ്റർ ഒന്നും ഉപയോഗിക്കാതെ എടുത്തൊരു എൻട്രിയാണ്. ഇത് നമുക്ക് മാർക്കറ്റ് എവിടെയാണ് ലിക്വിഡിറ്റി എന്ന് അറിയുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ട്രേഡ് പെർഫോം ചെയ്യാം. ചെറിയൊരു റിസ്ക് ടു റിവാർഡാണ്. ഇതൊരു 40 പോയിൻറ്റ്സിൻ്റെ റിസ്കിൽ നമുക്ക് ഏതാണ്ട് ഒരു 206. അപ്പോൾ ഒരു ഓപ്ഷൻസിൽ നമുക്കറിയാം നമുക്കൊരു ഈസി ആയിട്ടൊരു 100 പോയിൻറ്റ്സ് നമുക്ക് ഈസി ആയിട്ട് കിട്ടും ഈ ഒരു ട്രേഡിൽ. മറിച്ച് നമ്മൾ ഒരു ട്രേഡിങ് ഇൻഡിക്കേറ്റേഴ്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് SL അതുപോലെ തന്നെ കൂടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതൊരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം നമ്മൾ എൻ്റർ ചെയ്യണം. അപ്പോൾ റിസ്ക് നമുക്ക് കുറവാണ്. ഇനി അടുത്തൊരു 4-5 SL അടിച്ചാലും നമ്മുടെ ഈ ഒരു ട്രേഡ് പ്രോഫിറ്റ് ഇത് കവർ ചെയ്തോളും. അപ്പോൾ ഈ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അത് മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് നടത്തിയിട്ടാണ്. അത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള എല്ലാ ട്രേഡേഴ്സും യൂസ് ചെയ്യുന്നതാണ്. എന്നാലും ഈ മെജോറിറ്റി ആൾക്കാരും അത് ഉപയോഗിക്കത്തില്ല. സിംഗിൾ ടൈം ഫ്രെയിം വെച്ചാണ് എപ്പോഴും എൻട്രി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു എൻട്രി കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത തവണ വരാം. അപ്പോൾ സ്റ്റേ ട്യൂൺ. താങ്ക്സ്.